ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു ലൈവ് കണ്ടു. അതായത് അർജുൻ്റെ കുടുംബം ഒരു ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്നിട്ട് മനാഫിനെ കുറിച്ച് കുറ്റങ്ങൾ പറയണത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. എന്താണെന്ന് വെച്ചാൽ ആ മനാഫ് ഒരാൾ കാരണമാണ് കർണാടകയിലെ ശിരൂരിൽ ആ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിൽ കിടന്ന അർജുൻ്റെ ശരീരം കുറച്ച് ഭാഗങ്ങളെങ്കിലും ഈ അർജുൻ്റെ കുടുംബത്തിലെത്തിയത്. ആ അർജുൻ്റെ നോടുള്ള അത്രയും സ്നേഹവും കടപ്പാടും മനാഫിൻ്റെ തൊഴിലാളിയാണെന്നുള്ള ഒരൊറ്റ ചിന്തയും കൊണ്ടാണ് അയാൾ അവിടെ നിന്ന് അത്രയും 2-2.5 മാസത്തോളം അവിടെ നിന്ന് കഷ്ടപ്പെട്ട് അയാൾ ആ ബോഡിയുടെ ആ പാർട്സുകൾ എങ്കിലും ഇവിടെ എത്തിച്ചത്, ആ കുടുംബത്തിന് എത്തിച്ചു കൊടുത്തത്. എന്നിട്ട് ആ അർജുൻ്റെ ചിത എരിഞ്ഞ് തീർന്നിട്ടില്ല. അതിനു മുമ്പേ അവർ പത്രസമ്മേളനം വിളിച്ച് മനാഫിനെ പറയാത്തതായിട്ട് ഒന്നുമില്ല. എന്തൊക്കെയാണ് പറയണത്? അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ഈ അർജുൻ്റെ വൈഫ് കൃഷ്ണപ്രിയ, ഇവരിത്രയും പേരാണ് ആ സമ്മേളനത്തിൽ പങ്കെടുത്തത്. പക്ഷേ അർജുൻ്റെ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. അയാളെ കണ്ടിട്ടൊരു പാവം മനുഷ്യനാണെന്ന് തോന്നുന്നു. അയാൾ കിടന്ന് മാറിപ്പോയി. അമ്മയും ബാക്കിയുള്ള ആൾക്കാരൊക്കെയാണ് ഈ സംസാരിക്കണത്. എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി. എന്തിനാണ് ഒരു മനുഷ്യനൊരു സഹായം ചെയ്തിട്ട് എന്തിനാണ് ആ മനുഷ്യനെ എങ്ങനെ ഇട്ട് കരിവാരിത്തേക്കണത്, തേജോവധം ചെയ്യുന്നത്? നന്ദിയില്ലാത്തൊരു കുടുംബമാണ് കേട്ടോ അത്. അർജുനെ കാണില്ല, അങ്ങനെ പുഴയുടെ അടിത്തട്ടിലുണ്ടാകും എന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടും അതെ, വല്ലാത്തൊരു വിഷമായിരുന്നു അത്. ആ സഹോദരനെ കണ്ടു കിട്ടണേ എന്നുള്ള പ്രാർത്ഥനയായിരുന്നു ലോകം മുഴുവനുള്ള എല്ലാവർക്കും. പക്ഷെ കിട്ടിയപ്പോഴോ ഇതാണ് അവസ്ഥ. അവൻ്റെ ചിത കത്തി തീർന്നിട്ടില്ല. അതിനു മുമ്പാണ് ഈ കുടുംബം പത്രസമ്മേളനം വിളിച്ച് ഇങ്ങനെ വന്നിരുന്ന് ഓരോന്ന് പറയുന്നത്. കഷ്ടം തന്നെ. ആ മനാഫ് ചെയ്ത നല്ല കാര്യങ്ങളൊക്കെ എതിരായിട്ട് പറയുന്നു. ആരോ പറഞ്ഞു കൊടുത്ത് പറയിപ്പിക്കുന്ന പോലെയാണ് പറയണത്. കാരണം ആ അർജുൻ്റെ സഹോദരി ഭർത്താവിൻ്റെ കയ്യിൽ കുറച്ച് പേപ്പറുകൾ കാണാം. അതിൽ നോക്കിയിട്ടാണ് അയാൾ പറയണത്. അതാരോ മനഃപൂർവ്വം എഴുതി കൊടുത്ത് ഇങ്ങനെ കുത്തിത്തിരിമുണ്ടാക്കി പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ആ വീഡിയോയുടെ താഴെ വന്ന കമൻറ്റുകൾ കണ്ടാൽ ഒരുപാട് കമൻറ്റുകൾ വന്നു. ആ കമൻറ്റുകളെല്ലാം ആ കുടുംബത്തിനെതിരായിട്ടാണ് കണ്ടത്. ഒരാൾ പോലും ആ കുടുംബത്തെ സപ്പോർട്ട് ചെയ്തൊരു കമൻ്റ് ഇട്ടില്ല. എല്ലാം മനാഫിന് സപ്പോർട്ട് ചെയ്തിട്ടാണ് കമൻ്റ് ഇട്ടത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തിനു വേണ്ടിയിട്ടാണ് ഈ കസർത്തൊക്കെ ഇവർ കാട്ടിക്കൂട്ടുന്നത്? ഇവർക്ക് എന്ത് നേട്ടം ഉണ്ടതുകൊണ്ട്? ആ പാവം മനാഫ് അവിടെ നിന്ന് കഷ്ടപ്പെട്ട് തൻ്റെ തൊഴിലാളിക്ക് വേണ്ടിയിട്ട് അയാൾ അവിടെ നിന്ന്, അയാളുടെ കുടുംബം പോലും അയാൾ മറന്നുകൊണ്ടാണ് അവിടെ നിന്നത്. അയാളുടെ മക്കൾക്ക് അസുഖം വന്നിട്ട് അതുപോലും വഹിക്കാതെയാണ് അയാൾ അവിടെ നിന്ന് അർജുനെ കണ്ടെത്തി കൊണ്ടുവരണം എന്നുള്ള ഒരൊറ്റ ഭാഷയിൽ അയാൾ അവിടെ നിന്നത്. എന്നിട്ടും അയാൾക്ക് കിട്ടിയത് ഇതൊക്കെയാണ്. എന്നിട്ടും ആ മനുഷ്യൻ പറയാണ്, അതെൻ്റെ കുടുംബമാണ്, അതെൻ്റെ അമ്മയാണ്, അതെൻ്റെ സഹോദരിയാണ്, അവരൊന്നും പറയരുത്. കേട്ടോ ആ മനുഷ്യൻ്റെ നന്മ? എന്നിട്ടും കേട്ടോ, എന്നിട്ടും ആ നന്മ അയാളുടെ മനസ്സിൽ കൂടുന്നതല്ലാതെ ഒരു തരി പോലും കുറയണില്ല. എന്ത് നല്ല മനുഷ്യനാണ് അയാൾ. ആ മനുഷ്യനാണ് ഇങ്ങനെ ഇവർ ഓരോന്നൊക്കെ പറയണത്. അയാൾ മനസ്സാവാതെ അറിയാത്ത കാര്യങ്ങളൊക്കെ ഇരുന്ന് വിളിച്ച് പറയണം. അവർക്ക് എന്തെങ്കിലും നേട്ടം കിട്ടുന്നുണ്ടാവും, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനെ പറയൂലല്ലോ. ഈ അമ്മ എന്ന് പറഞ്ഞ ആ സ്ത്രീയും എന്താ പറയുക, അർജുൻ്റെ സഹോദരൻ, സഹോദരിയുടെ ഭർത്താവ്, അയാൾക്കാണ് അവിടെ വോയിസ്. ആ അളിയൻ എന്ന് പറഞ്ഞാൽ അയാൾക്കാണ് അവിടെ വോയിസ് എന്ന് എനിക്ക് തോന്നി. കാരണം അച്ഛനെ ഒരു പാവം അയാളൊരു അക്ഷരം പോലെ അയാൾ മിണ്ടണില്ല. ഈ അളിയൻ എന്ന് പറഞ്ഞവനാണ് അവിടെ കിടന്നിട്ട് ഇങ്ങനെ വായിട്ട് അലക്കണത് ഈ മീഡിയയോട്. അവന് എന്തൊക്കെയോ നഷ്ടങ്ങൾ വരാൻ പോണു. അതാണ് ഇപ്പം മനാഫ് താരമായി കഴിഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അവൻ്റെ സ്ഥാനം പോകും, അവന് പല പല നഷ്ടങ്ങൾ വരും എന്നുള്ളൊരു തോന്നൽ അവൻ്റെ ഉള്ളിൽ കാണും. അപ്പം അതുകൊണ്ടാണ് അവൻ ഈ മീഡിയയുടെ മുമ്പിൽ ഇരുന്നിട്ട് ഇങ്ങനെ ചിലക്കണത്. ഈ അർജുൻ്റെ സഹോദരി എന്ന് പറഞ്ഞാൽ അവളെ കാണുമ്പോൾ കേട്ടോ, അവളൊരു കള്ളിയാണ്, പഠിച്ച കള്ളിയാണ് അവളാണ് ഈ കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അർജുൻ്റെ ഭാര്യ, ആ സ്ത്രീക്കാണെങ്കിൽ ഒരു സങ്കടവും ഇല്ല, ഒരു വിഷമം പോലും ഇല്ല. വിഷമം എന്തെങ്കിലും കൊണ്ട് ഞാൻ മീഡിയയുടെ മുമ്പിൽ വന്ന് അങ്ങനെ ഇരിക്കുമോ? ആ ഭർത്താവിന് വേണ്ടിയിട്ട് ഇന്ന് പ്രാർത്ഥിക്കുകയല്ലേ ഉള്ളൂ.
അതൊന്നും ചെയ്യാതെ അവളും ആ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് കുറ്റപ്പെടുത്താണ് മനാഫിനെ. ഈ മനാഫ് ആരാണ്? അവളുടെ ഭർത്താവിനെ ജോലി കൊടുത്ത് സംരക്ഷിച്ച് കൊണ്ട് നടന്നൊരു മനുഷ്യൻ. ആ മനുഷ്യനെയാണ് അവളും കുറ്റപ്പെടുത്തുന്നത്. കേൾക്കണേ, ഒരു തരിമ്പ് പോലും ഉളുപ്പില്ലാത്തൊരു സാധനം. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അന്തസ്സുമില്ല. നന്ദിയായിട്ട കുടുംബം. കൃഷ്ണപ്രിയ, നീ ഒന്ന് ഓർത്തോട്ടോ. നിൻ്റെ ചുറ്റിലിപ്പം നിൽക്കുന്ന ആൾക്കാർ, നിൻ്റെ അർജുൻ്റെ ആൾക്കാർ, അവർ തന്നെ ഒരു ദിവസം നിന്നെ അവിടെ നിന്ന് അടിച്ചിറക്കും. ആ കാലമൊന്നും വിദൂരമല്ല കേട്ടോ, നീ ഓർത്തോ. ഈ അളിയനും ഈ പെങ്ങളും ഒക്കെയാണ് അവിടെ ഇങ്ങനെ ഭരിക്കണമെങ്കിൽ നിൻ്റെ ഗതി അധോഗതി തന്നെയാണ് മോളെ. ആ കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. നീ ആ ഇപ്പം പോണ ജോലി എന്ന് പറഞ്ഞത് അത് നിനക്ക് മനാഫ് വഴി കിട്ടിയതല്ലേ? അല്ലേ? മനാഫിൻ്റെ സഹായം കൊണ്ട് തന്നെയാണ് കിട്ടിയത്. നിൻ്റെ അർജുൻ്റെ മുതലാളിയായ മനാഫിൻ്റെ ഒരു സഹായം കൊണ്ട് തന്നെയാണ് നിനക്ക് ആ ജോലി കിട്ടിയത് കേട്ടോ. അർജുൻ ഇല്ലാതായപ്പോൾ ആ ഒരു പേരിൽ കിട്ടിയ ആ ജോലിക്ക് മനാഫിൻ്റെയും ഒരു പങ്കുണ്ട് കേട്ടോ. നീ അത് മറക്കരുത്. നീ അർജുൻ ജീവിച്ചിരുന്നപ്പോഴും അർജുൻ മരിച്ചപ്പോഴും നീ കഴിക്കുന്ന ഭക്ഷണം മനാഫിൻ്റേത് കൂടിയാണ്. നിൻ്റെ കുടുംബം കഴിക്കണതും എല്ലാം മനാഫിൻ്റെ കൂടിയാണ് എന്നുള്ളൊരു ചിന്ത നിനക്ക് വേണം. നീ അതൊക്കെ മറന്നിട്ടാണ് ആ മനുഷ്യനെ കുറ്റപ്പെടുന്നത്. മറ്റുള്ളവരുടെ കാര്യമൊന്നും നമുക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം അതൊക്കെ എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലായി. എല്ലാവർക്കും മീഡിയയിലൂടെയൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. പക്ഷെ നീ നിൻ്റെ ഭർത്താവിനെ മറന്നിട്ടാണ് നീ ഇപ്പം നടക്കുന്നത്. അതിപ്പോൾ കാണുമ്പോൾ അറിയാം. പക്ഷെ നീ ചെയ്യണതൊക്കെ വളരെ മോശമാണ് കേട്ടോ, മോശമാണ്. നീ നിൻ്റെ ഭർത്താവിൻ്റെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ട ഈ സമയത്താണ് നീ ഈ മീഡിയയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഈ തോന്നിയാസങ്ങളൊക്കെ പറയണത് കേട്ടാ. നീ അത് മറക്കരുത്. നിനക്ക് അല്പസ്വല്പമൊക്കെ ഉളുപ്പോ അന്തസ്സം ഉണ്ടെങ്കിൽ നീ ആ ജോലി കളയുക. എന്നിട്ട് നീ വേറെ നിൻ്റെ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ നിൻ്റെ ഭർത്താവിൻ്റെ അനിയനോ പെങ്ങളോ അളിയനോ ആരെങ്കിലുമൊക്കെ അവരോട് പറയും ജോലി തരാൻ. അവർ തരട്ടെ ജോലി. ഇപ്പം നിനക്ക് അർജുൻ്റെ മരണത്തോടെ കിട്ടിയ ജോലിയാണെങ്കിലും അതിൽ മനാഫിൻ്റെ ഒരു പങ്കുണ്ട്. ഇല്ലയെന്നൊന്നും നിനക്ക് പറയാൻ പറ്റില്ല. എന്നിട്ട് ആ ജോലിയും വെച്ചുകൊണ്ട് അഹങ്കരിച്ചുകൊണ്ടല്ലേ നീ ഈ വക തോന്നിയസങ്ങളൊക്കെ കാണിക്കണത് അല്ലേ? നിനക്ക് എന്ത് യോഗ്യത ഉണ്ട് ആ ജോലി ചെയ്യാൻ? ഒന്ന് ആലോചിച്ച് നോക്ക്. നീയും വളർത്തുന്നുണ്ടല്ലോ ഒരു മകനെ. നാളെ അവൻ വളർന്ന് വലുതായി വരുമ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും അതൊന്നും ഞാനിപ്പോൾ പറയണില്ല. ആ കൊച്ചു ഇതൊക്കെ കണ്ടിട്ടല്ലേ വളരണത്. അതൊന്നും ഞാനിപ്പോൾ പറയണില്ല കേട്ടാ. എന്തായാലും മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി. ആ മനാഫ് എന്ന് പറഞ്ഞ ആൾ ചെയ്ത നല്ല വശങ്ങൾ കണ്ടിട്ട് അയാൾ എന്നിട്ടും പറയണം അതെൻ്റെ കുടുംബമാണ്, അതെൻ്റെ അമ്മയാണ്, അതെൻ്റെ സഹോദരിയാണ്. അവർക്ക് ഇനിയും ഞാൻ സഹായങ്ങൾ ചെയ്യുമെന്നാണ് ആ മനുഷ്യൻ പറയണത്. എൻ്റെ പൊന്ന സഹോദര, ഈ വക വൃത്തികെട്ട കുടുംബത്തിന് വേണ്ടിയിട്ട് ഇനിയും സഹായങ്ങൾ ചെയ്യാൻ പോകല്ലേ കേട്ടോ. ചെയ്തിടത്തോളം നിർത്ത്. അത് ഇപ്പം കിട്ടിയില്ലേ, വയറ് നിറച്ച് കിട്ടിയില്ലേ. എന്തിനാണ് ഇങ്ങനെയുള്ള കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ സഹായങ്ങൾ ചെയ്യാൻ പോണത്? താങ്കൾ അവിടെ നിന്ന് കരഞ്ഞത് കൊണ്ടാണ് ഈ ലോകം ഈ അർജുൻ ഇങ്ങനെ അപകടം പറ്റിയെന്നുള്ളത് അറിഞ്ഞത്. ആ ശിരൂരിൽ നിന്ന് താങ്കൾ കരഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ആളുകളൊക്കെ അറിഞ്ഞത്. രക്ഷിക്കണം എന്നുള്ള ഒറ്റ വിചാരത്തോടു കൂടി താങ്കൾ അവിടെ നിന്ന് മഴയും വെയിലും ഒക്കെ കൊണ്ട് അവിടെ നിന്ന് കഷ്ടപ്പെട്ടത് കൊണ്ടാണ് എല്ലാ മനുഷ്യരും അത് അറിഞ്ഞത്, എല്ലാവരും അത് ഏറ്റെടുത്തത്. എന്നിട്ട് ആ ക്രെഡിറ്റൊക്കെ ഇപ്പം അവർ കൊണ്ടുപോവാണ്. ആര്? അർജുൻ്റെ വീട്ടുകാർ. അർജുൻ്റെ പെങ്ങളെന്ന് പറഞ്ഞാൽ ആ സാധനത്തിനെ കാണുമ്പോൾ ലോകം ഓടായ്പാണ്, പേരും കള്ളിയാണ് അവൾ ഒരുത്തിയാണ് ഇതൊക്കെ ഈ കുത്തിത്തിരിമ്പ് ഉണ്ടാക്കണത് എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. ഈ കൃഷ്ണപ്രിയനെ പോലും അവളും വീട്ടുകാരൊക്കെ ചേർന്ന് നാളെ അവിടെ നിന്ന് അടിച്ചിറക്കും. അത് ഉറപ്പാണത്. അതൊക്കെ വരാൻ പോണ കാര്യങ്ങളാണ്. അതൊന്നും ഈ മണ്ടി കൃഷ്ണപ്രിയക്ക് മനസ്സിലാവണില്ല. അവളെ വെച്ചുകൊണ്ട് ഇനി മുതലെടുക്കാം എന്നൊക്കെയുള്ളൊരു ധാരണയും ഈ അളിയനും പെങ്ങൾക്കൊക്കെ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കാനുള്ളൊരു ബോധം ആ മണ്ടിപ്പെണ്ണിന് വേണ്ടേ? ഭർത്താവ് മരിച്ച് തലയ്ക്ക് മുകളിൽ നിൽക്കണ്, അവളുടെ വായിൽ ചോറ്, അവൻ്റെ വായിൽ മണ്ണ്. ചെയ്ത കത്തി തീർന്നിട്ടില്ല. അതിന് മുമ്പാണ് ഈ പ്രഹസനം കാണിക്കണതൊക്കെ. എന്തിനു വേണ്ടിയിട്ടാണ്? എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും. അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. പത്രസമ്മേളനം വിളിച്ചു കൂട്ടി ആ പാവം മനാഫിനെ ഈ മാതിരി എന്തിനാണ് ഈ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയണത്? അയാൾ അവിടെ നിന്ന് ആ കർണാടകയിലെ ശിരൂരിൽ നിന്ന് ഈ അർജുൻ്റെ ബോഡി കണ്ടെത്തി ആ വീട്ടിലെത്തിച്ചതിനുള്ള നന്ദിയാണോ ഇവർ കാണിക്കണത്? അങ്ങനെ ആയിരിക്കും അല്ലേ? എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യുപകാരം ചെയ്ത് കാണിക്കണ്ടേ? അത് വേണ്ടിയിട്ടായിരിക്കും. പാവം മനാഫ് സഹോദര, ഇനിയും ഈ ഇങ്ങനെ ഇത്രയും വൃത്തിയായിട്ട ഈ നന്ദിയായിട്ട ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് ഇനിയും ഒന്നും ചെയ്യാൻ നടക്കണ്ട സഹോദര. താങ്കൾ പറഞ്ഞ താങ്കൾക്ക് 4 കുട്ടികളാണെന്ന്, അർജുൻ്റെ കുട്ടിയും ചേർത്ത്. അതൊക്കെ താങ്കളുടെ വലിയ മനസ്സ്. വലിയ മനസ്സുള്ളവർക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാനും പറയാനും കഴിയുള്ളൂ. അപ്പോൾ ഇനിയും
ഇതുപോലെ ഉള്ള ഒരു വൃത്തികെട്ട നന്ദികെട്ട കുടുംബത്തിന് വേണ്ടിയിട്ട് ഇനിയും താങ്കൾ വേദനിക്കാതെ വിഷമിക്കാതെ കഴിയുക. എനിക്ക് അത്രയേ പറയാനുള്ളൂ.